الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീരുവരുവോളം എന്ന് നമസ്കരിച്ച സംഭവം നമുക്കറിയാം. കാലിൽ നീരു വരണമെങ്കിൽ ഒരാൾ എത്ര സമയം നിൽക്കണം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ മണിക്കൂറുകളോളം നിൽക്കുന്ന അവസ്ഥയിലായാലാണ് കാലിൽ നീര് വരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സമയം ദൈർഘ്യമേറിയ ഖിറാഅത്ത് നമസ്കാരത്തിൽ നിർവഹിച്ചത് കൊണ്ടാണ് ആ രീതിയിൽ കാലിൽ നീര് വന്നിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് നമ്മൾക്കറിയാം. റസൂലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ലിമ തസ്നഉ ഹാദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദൻബിക വമാ തഅഖർ. കഴിഞ്ഞു പോയതും വരാനുള്ളതുമായിട്ടുള്ള പാപങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പാപം സംഭവിക്കില്ല, നമുക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ. ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരണ്ടേ. അബ്ദൻ ഷകൂർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്, ഷാക്കിർ എന്നല്ല. ഷാക്കിർ എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി കാണിക്കുന്നവൻ എന്നാണ്. ഷക്കൂർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നന്ദി കാണിക്കുന്നയാളാണ്. ആ വാക്കിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്, അറബി പദത്തിൻ്റെ ഘടന. ഷക്കൂർ എന്ന് പറഞ്ഞാൽ വളരെയധികം നന്ദി കാണിക്കുന്ന ആളായിട്ട് ഞാൻ മാറണ്ടേ ആയിഷ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അള്ളാഹുവിനുള്ള ശുക്ർ നമ്മൾ ചെയ്യേണ്ടത് അവനുള്ള ഇബാദത്തിലൂടെയാണ്. അള്ളാഹുവിന് എങ്ങനെയാണ് നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുക? നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നമുക്ക് നൽകാനുള്ളത് ശുക്ർ മാത്രമാണ്. വേറെ ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ശുക്ർ ഇബാദത്തിലൂടെ മാത്രമാണ് നടക്കുകയുള്ളൂ. നമുക്ക് എത്ര ഭംഗിയായി നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ അത്രയും ഭംഗിയായി നമുക്ക് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനും കഴിയും. സൂറത്തുൽ ഇബ്രാഹിമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയിക്കുന്ന കാര്യം ഇതാണ്, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്താണ്? നിങ്ങൾ നന്ദി കാണിച്ചാൽ ഉറപ്പായും നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. രണ്ട് ഉറപ്പാണ്, ല അസീദന്ന. ഈ രണ്ട് ഉറപ്പുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ വർധനവും ബറക്കത്തും ഐശ്വര്യവും നൽകും. എന്നാൽ വഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിനെ ശുക്ർ കാണിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് നമ്മളതിനെ വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നന്ദികേടാകാതെ നന്ദിയുടെ രീതിയിലാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തുകൊണ്ട് പരമാവധി ഇബാദത്തുകളിലേക്ക് തിരിയാൻ നമ്മൾ ശ്രമിക്കുക. വെറുതെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളും മറ്റുമെല്ലാം വെറുതെ കളയാതെ, വെറുതെ പാഴാക്കി കളയാതെ അള്ളാഹുവിൻ്റെ തൃപ്തികരമായ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വിനിയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്ദിയുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.